وما أرسلناك إلا رحمة للعالمين. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതിനാണ് നീ എന്താണ് ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതമായി കഴിയത്? എടാ ഷാദിനെ, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫസ്തഖിം കമാ ഉമിർത. അള്ളാഹു പറഞ്ഞതുപോലെ നാം നേർമാർഗത്തിൽ ജീവിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കും എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? സ്വാതന്ത്ര്യത്തിന് പോലും പരിധിയുണ്ടെന്ന് നാം മനസ്സിലാക്കണം. മതം തന്നെയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും ഉത്തരവാദിത്തെയും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഫ്നാനെ, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തു പറയാനാ ഹാഷിമേ, വീട്ടിൽ ഉപ്പയും ഉമ്മയും എന്നെ ഓരോ കാര്യത്തിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ? അഫ്നാനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഉമ്മയും ഉപ്പയും ഇല്ലായിരുന്നുവെങ്കിൽ നാം ഇല്ലായിരുന്നു. അവർ തന്നെയാണ് നമ്മളെ ഇത്രയും കാലം വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ. കുടുംബമാണ് സമൂഹത്തിന്റെ അടിത്തറ എന്ന് നീ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയാണ്. ശ്യാമിലെ, നമുക്കെന്തിനാ പ്രത്യേകമായ രീതികളും മതത്തിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പോരെ? സൽമാനെ, ഖുർആനിൽ ഒരു വചനം ഇങ്ങനെയാണ്: എല്ലാരും അള്ളാഹുവിന്റെ ഖുർആനെ മുറുകെ. നീ ആലോചിച്ച് നോക്കൂ, മതമില്ലെങ്കിൽ ശരിയും തെറ്റും എങ്ങനെ തിരിച്ചറിയാനാ? ശാസ്ത്രം എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും എന്താണ് നന്മ, എന്താണ് അധർമ്മം എന്ന് പഠിപ്പിക്കുന്നത് മതമാണ്. മതം വേണ്ടെന്ന് പറയുന്നത് കപ്പലിനെ കപ്പിത്താനില്ലാതെ കടലിൽ ഇറക്കുന്നത് പോലെയാണ്. എടാ ഷെഫ്രിനെ, നീ എന്താ ഇങ്ങനെ ആഭാസനായി നിൽക്കുന്നത്? ഇപ്പോഴും പഴയ കാലത്താണ് ജീവിക്കുന്നത്. ഫാഷൻ, ആസ്വാദനം, ആഗ്രഹം, അതല്ലേ ജീവിതം. എടാ ഷെഫ്രിനെ, അൽ ഹയാഉം ഖൈറും കുല്ലഹു. ഹയാ അഥവാ ലജ്ജ, പൂർണ്ണമായും ലജ്ജ ഇല്ലാത്തിടത്ത് തെറ്റും അനാചാരങ്ങളും വളർന്നു വരുന്നു. സുരക്ഷയും മാന്യതയും നിലനിൽക്കുന്നത് ലജ്ജയിലാണ്. ലജ്ജയില്ലെങ്കിൽ കുടുംബവും സമൂഹവും തകർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലജ്ജ മുഴുവനും നന്മയാണ്. വലൈക്കും അസ്സലാം. ഫാസെ, അവിടെ ഒരു പ്രായമുള്ള ഒരാളും അവിടെ ഒരു കുട്ടിയെ നടന്നു പോകുന്നത് നീ കണ്ടില്ലേ? ആ രംഗം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. എടാ അൻഷിഫെ, 1500-ാം ജന്മദിന ആഘോഷം കൊണ്ടാടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈസ മിന്നാ മല്ലം യുകബീറന വയർഹം സഈറന. ഇപ്പോൾ നീ ആ പ്രായമുള്ള മനുഷ്യനെയും ആ കുട്ടിയെയും നിന്ദിച്ച് സംസാരിച്ചില്ലേ? ഇനി അത് നമ്മുടെ ജീവിതത്തിൽ പാടില്ല. അവരെ ആദരിക്കുന്നതിലൂടെ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. കുട്ടികളോട് കരുണ കാണിക്കുമ്പോൾ സമൂഹത്തിലെ ഭാവി സംരക്ഷിക്കുക. പരസ്പരം ആദരവില്ലാത്ത ഒരു സമൂഹവും നിലനിൽക്കുകയില്ല. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവും കരുണയും സമൂഹത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റി. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും പിന്തുടരുക. ഹബീബി 1000
500 2025 സെപ്റ്റംബർ 4, 5, 6, 7 തീയതി